ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് നേടാൻ CPM-ന്റെ ശ്രമം. പോത്തൻകോട് പുലിവീട് വാർഡിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM ശ്രമിക്കുന്നത്. പഞ്ചായത്ത് ക്ലർക്കിന്റെ നേതൃത്വത്തിൽ പണം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം CPM നടത്തുന്നുവെന്നാണ് പരാതി. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട് തലസ്ഥാനത്ത് നിന്നും. MS വീണ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അതായത് ഈ വോട്ടിന് വേണ്ടി തങ്ങൾ എന്തും ചെയ്യും, അതിനെ കൊലവിളി നടത്തും, ഭീഷണി നടത്തും, എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ വോട്ട് കിട്ടണം. എന്താണ് CPM-ന്റെ ഈ നിലപാട്? വോട്ടർമാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അശ്വതി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാവുകയാണ്. അതായത് BJP-യുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. ഇതിൽ പരാജയം ഭയന്നുകൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പുലിവാർഡാണ് വാർഡ്. ആ വാർഡിലാണ് ഇത്തരത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ പഞ്ചായത്ത് ക്ലർക്ക്, അതും പഞ്ചായത്ത് ക്ലർക്ക് സ്ത്രീയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ. CPM-ന്റെ സജീവ പ്രവർത്തകയാണ്. ഇവരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി ഇറങ്ങി ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ടുള്ള അഭ്യർത്ഥന പത്രികയൊക്കെ നൽകുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളൊരു പരാതി കൂടി അവിടെ നിന്ന് ഉയരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം, അതായത് ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഒപ്പം തന്നെ പഞ്ചായത്തിൽ പെൻഷൻ വിതരണവുമായി ചെയ്യുന്ന ജീവനക്കാരെയും ആശാ വർക്കർമാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാരുടെ അടുത്ത് പറയുന്നത്, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ, അതായത് CPM തുടർന്ന് വാർഡിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 1000 രൂപ ധനസഹായം, അതായത് സ്ത്രീകൾക്ക്, തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ മാസം തോറും നൽകുമെന്നൊരു പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിൻ്റെ തുക നിങ്ങൾക്കിനി ലഭിക്കണമെങ്കിൽ ഈ വാർഡ് ഭരിക്കേണ്ടത് CPM ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വോട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ഇത് തിരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള പരാതികളും ഇപ്പോൾ വാർഡിൽ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൺവെൻഷൻ നടന്നതും ഈ തിരഞ്ഞെടുപ്പ് ക്ലർക്കിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി, ചിത്രങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ചട്ടവിരുദ്ധമാണ്. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുമായി പ്രവർത്തിക്കുന്നവരോ, അതായത് പാർട്ടിയുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരോ തിരഞ്ഞെടുപ്പിനെ അത്തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമങ്ങളും, വോട്ടർമാരെ സ്വാധീനിക്കുന്ന, അതായത് വോട്ട് അഭ്യർത്ഥിക്കുക എന്നത് മാത്രമല്ലാതെ ഭീഷണിപ്പെടുത്തി വോട്ട് ചോദിക്കുന്നതിനുള്ള യാതൊരുവിധ അവകാശവുമില്ല. ആ ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതായി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുകയാണ്. ഇതിനെതിരെ BJP നേതാക്കളും, പോത്തൻകോടിലെ BJP നേതാക്കളും ഒപ്പം തന്നെ പോത്തൻകോട് മറ്റ് BJP പ്രവർത്തകരും ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപക വിമർശനവും ഉയരുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പോത്തൻകോട് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. CPM-ന്റെ ഭരണത്തിൽ പലതരത്തിലുള്ള പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട്. റോഡ് അടക്കമുള്ളവ, അതായത് വർഷങ്ങളായി ഗതാഗത സ്തംഭനം നിലനിൽക്കുന്ന മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണുള്ളത്. പോത്തൻകോട് ജംഗ്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. എന്നാൽ ജംഗ്ഷൻ വലിയൊരു ഗതാഗത കുരുക്ക് നിലനിൽക്കുന്നുണ്ട്. അതായത് കഴക്കൂട്ടത്തു നിന്ന് പോത്തൻകോട്, വെഞ്ഞാറമൂട്, നെടുമങ്ങാട് ഈ ഒരു മേഖലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നാണ് പോത്തൻകോട്. ആ പോത്തൻകോട് ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് റോഡിന് വീതിയില്ല, വീതി കൂടണമെന്നുള്ള ആവശ്യം കൂടുന്നുണ്ട്. മന്ത്രി GR അനിൽ, അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പണമൊന്നും കൊടുത്ത് പൊതുജനത്തെ കബളിപ്പിക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല CPM-കാരെ. എന്തായാലും ഒരു അട്ടിമറി ശ്രമം, ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച്, തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച ഒരു അട്ടിമറി ശ്രമമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നൊരു നിർണായക വിവരമാണ് വീണ പങ്കുവച്ചത്.